ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോ. അപ്പോൾ നമ്മുടെ ചാനലിൽ സദ്യ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനൊരു പോർക്ക് കറിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ ഒരു പോർക്ക് കറിയല്ല, നോർത്ത് ഈസ്റ്റിലെ ഒരു ടൈപ്പ് പോർക്ക് കറിയാണ്. എക്സ്പെഷ്യലി ഒരു നാഗാ സ്റ്റൈൽ പോർക്ക് കറി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ എനിക്ക് നോർത്ത് ഈസ്റ്റിലെ കുറേ കാഴ്ചകളും ഇവരുടെ ട്രഡീഷനും ഇവരുടെ കൾച്ചറും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഫുഡും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ മസാലാസ് ഒന്നും ഇവർ യൂസ് ചെയ്യാറില്ല. ഇവർ ഡിഫറെൻറ്റ് മസാലാസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവർ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് ഐറ്റംസും യൂസ് ചെയ്യും, പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾസും ബാമ്പുവും ഒക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുറേ റെസിപ്പീസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള നോർത്ത് ഈസ്റ്റിലുള്ള ഒരു ഫാമിലിയാണ്. അവിടുത്തെ ഭാബി കുക്ക് ചെയ്താണ് കേട്ടോ ഈ ഒരു പോർക്ക് കറി. അപ്പോൾ ഈ പോർക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കിലോ പോർക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനി ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് എണ്ണ ഊറി വന്ന് അതിൽ കിടന്നിട്ട് ഇത് അല്പസമയം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 40-45 മിനിറ്റോളം ഇതിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്ന ഇറച്ചിയുടെ കളർ ഇപ്പം ഇതാ മാറി ഒരു വൈറ്റ് കളറിലേക്കൊക്കെ ആവുന്നുണ്ട്. ആദ്യം ഇതിൽ നിന്ന് ഇതുപോലെ വെള്ളമാണ് കേട്ടോ ഊറി വരുന്നത്. അതിന് ശേഷം ഇതിൽ നിന്ന് അതിൻ്റെ നെയ്യ് ഊറി വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് അതിൽ കിടന്നിട്ട് ഇത് റോസ്റ്റ് ആവും. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള സവോള കട്ട് ചെയ്തെടുത്തു. 1 കിലോ പോർക്കിന് ഇവർ 1 സവോളയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4 കിലോ പോർക്കിന് വെറും 4 സവോളയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും ഇത്രത്തോളം വെളുത്തുള്ളിയും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കും. അതുപോലെ തന്നെ ഒരു 20 വറ്റൽമുളകോളം ഒന്ന് വെള്ളത്തിലിട്ട് അരമണിക്കൂറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. എരിവിന് വേണ്ടിയിട്ട് ഈ ഒരു വറ്റൽമുളക് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോർക്ക് കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, മെയിൻ താരമാണ്. 2 മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഈ ഒരു നാഗാ സ്റ്റൈൽ പോർക്ക് കറിക്ക് ആഡ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫെർമെൻറ്റഡ് ബാമ്പു ആണ്. അപ്പോൾ ഇത് ഇവർ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇവിടെ ഈ ഒരു ടൈമിൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ ഫ്രഷ് ബാമ്പു കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ ബാമ്പു വാങ്ങിച്ചിട്ട് പിന്നീട് ബാമ്പു കിട്ടാത്ത സമയത്തേക്ക് വേണ്ടിയിട്ട് ഇവരിത് ഫെർമെൻറ്റ് ചെയ്തിട്ട് വയ്ക്കും. അപ്പോൾ ഫെർമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കും. അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇത് ഫെർമെൻ്റ് ആയി കിട്ടും. ഒരു 4 മാസത്തോളം ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫെർമെൻ്റ് ആവും. അപ്പോൾ തൊട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും അവർ. പിന്നെ ഇത് എത്ര നാൾ ഇരിക്കുന്നോ അത്രയും കൂടുതൽ ഫെർമെൻ്റ് ആവും കേട്ടോ. കാരണം 1 വർഷമൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുന്നവരും ഉണ്ട്. ഇത് ഫെർമെൻറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഒരു 4 മാസമൊക്കെ ആയിട്ടുള്ള അധികം പഴക്കമില്ലാത്ത ഫെർമെൻറ്റഡ് ബാമ്പു ആണെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ 1 വർഷം 1.5 വർഷത്തോളമൊക്കെ വെച്ചിട്ടുള്ള അത്രയും നാൾ ഫെർമെൻറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണെങ്കിൽ ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര പഴക്കം കൂടുന്നോ അത്ര ഇവർക്ക് താല്പര്യം കൂടുതലാണ് കേട്ടോ. ഏജ്ഡ് ആയിട്ടുള്ള ഫെർമെൻറ്റഡ് ബാമ്പൂവിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു 4 months ഒക്കെ വെച്ച് ഫെർമെൻറ്റ് ചെയ്തിരിക്കുന്ന ബാമ്പു ആണ്. ഇതൊന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റോളം ഇതൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കും, സോക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് വെള്ളം പിഴിഞ്ഞെടുത്തിട്ടാണ് ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പോർക്ക് അത്യാവശ്യം എണ്ണയൊക്കെ ഊറി വന്ന് അത് അത്യാവശ്യം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. ഈ പോർക്കിൽ നിന്നുള്ള ഓയിൽ കൊണ്ടാണ് ഇത് ഇത്രയും ഫ്രൈ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ഇങ്ങനെ ഇട്ട് ഇളക്കി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു സമയം ഇതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ 4 സവോളയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചതച്ച വറ്റൽമുളകും അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സവോളയും അതുപോലെ വറ്റൽമുളക് ചതച്ചതും ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം അത് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിരുന്നു. ഇനി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നേ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതിനി അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നത്. അതും ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ കൂടി പോർക്ക് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്ത് കേട്ടോ. ഇപ്പോൾ പോർക്ക് ഒരു 90-95% വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ ബാമ്പു, അതിൻ്റെ അകത്ത് വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇവർ പറഞ്ഞത് പോർക്ക് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഫെർമെൻറ്റഡ് ബാമ്പു ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ എന്നാണ്. കാരണം ഇത് ഫെർമെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പുളിപ്പ് രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പുളിപ്പ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പോർക്ക് വേവില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോർക്ക് ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷം ആണ് ഇപ്പോൾ നമ്മൾ ആ ഒരു ഫെർമെൻറ്റഡ് ബാമ്പു ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബാമ്പു വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി ഈ പോർക്കറിയിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അത് ഷെസ്വാൻ പെപ്പറാണ്. ഞാനിത് നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ഷെസ്വാൻ പെപ്പർ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഷെസ്വാൻ എന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാം ഇത് ചൈനയിലും അതുപോലെ നേപ്പാളിലും പിന്നെ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും കാശ്മീരിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പൈസാണ്. ഷെസ്വാൻ പെപ്പർ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും നമ്മുടെ കുരുമുളകുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല കേട്ടോ. ആ ഒരു അതുപോലെ എരിവൊന്നും ഇല്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നാവിലൊരു ട്വിങ്ക്ലിങ്, ഒരു നംനെസ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു തരിപ്പ് പോലെയൊക്കെ. നമ്മളൊരു ബാറ്ററി എടുത്ത് നാവിലൊന്ന് മുട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ചെറുതായിട്ട് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നില്ലേ, അതുപോലൊരു ഫീലാണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ നാവിൽ ഫീൽ ചെയ്യുന്നത്. ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പോർക്ക് റോസ്റ്റ് ചെയ്ത സമയത്ത് ഇതും ചൂടാക്കി എടുത്തിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചൂടാക്കി എടുത്ത ആ ഒരു ഷെസ്വാൻ പേപ്പർ കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി കുറുക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നാഗാ സ്റ്റൈൽ പോർക്ക് കറി റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളാട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ കറി വെക്കുന്ന പോലെ അധികം എഫേർട്ടൊന്നുമില്ല. ഇവരുടെ കറികൾ വയ്ക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ബാമ്പുവും ഈ ഷെസ്വാൻ പെപ്പറും ആഡ് ചെയ്യാണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബാമ്പു ഷെസ്വാൻ പെപ്പറും ആഡ് ചെയ്യാണ്ട് ഈ ഒരു പോർക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ മസാല ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.